ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഒരു ആരാധനയിൽ കൂടി നമുക്ക് ഭാഗവക്കാകുവാൻ ദൈവം അവസരം തന്നിരിക്കുന്നു. ദൈവകൃപയെ സ്തുതിക്കാം. കഴിഞ്ഞ ദിവസം ഒരു ചിന്താ വിഷയം കാണുകയുണ്ടായി. 2024 നോബൽ സമ്മാനം ലഭിച്ച ഒരു പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകത്തിൻ്റെ ഇതിവൃത്തത്തെക്കുറിച്ചുമായിരുന്നു ചിന്താവിഷയത്തിൻ്റെ പ്രധാന ഭാഗം. സൗത്ത് കൊറിയക്കാരിയായ ഹാൻ കാങ് എന്ന് പറയുന്നൊരു വനിത എഴുതിയ ഒരു പുസ്തകമാണ്, ഒരു നോവല്. 2011 അത് അവരുടെ ഭാഷയിൽ അവരെഴുതി. 2023 ഇംഗ്ലീഷിലേക്ക് അത് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. ഇംഗ്ലീഷിലേക്കത് വിവർത്തനം ചെയ്തപ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധ അത് ആകർഷിച്ചു. പുസ്തകത്തിൻ്റെ നോവലിൻ്റെ പേര് ഗ്രീക്ക് ലെസൺസ്, ഗ്രീക്കിൻ്റെ പാഠങ്ങൾ എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ അതിന് പറയാമായിരിക്കും. ഞാൻ ആ പുസ്തകം കണ്ടിട്ടുമില്ല, പുസ്തകം വായിച്ചിട്ടുമില്ല. പക്ഷേ ഈ ചിന്താ വിഷയത്തിൽ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള അവതരണം മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. 2 മനുഷ്യരെക്കുറിച്ചാണ് പ്രധാനമായി പറയുന്നത്. 1 ഒരു വനിത, 2 ഒരു പുരുഷൻ. ഈ വനിത, ഈ സ്ത്രീ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ, വേദനകൾ, തിക്താനുഭവങ്ങൾ, സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായ പലവിധമായ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വനിതയായിരുന്നു. കുടുംബ പ്രശ്നമായിരുന്നാലും വിവാഹമോചനമായിരുന്നാലും ഒരു മകനുള്ള മകൻ്റെ കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളായിരുന്നാലും എന്ന് വേണ്ട, ജീവിതത്തിൽ ഉടനീളം ഒന്നല്ല ഒന്നിൻ്റെ പുറകെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്ന വനിത. അങ്ങനെയുള്ള സഹനത്തിലൂടെ ഈ സ്ത്രീയുടെ സംസാരശേഷി നഷ്ടപ്പെടുകയായിരുന്നു. എങ്കിലും മനസ്സിൻ്റെ സമാധാനം നേടിയെടുക്കുന്നതിനു വേണ്ടി അവർ പുരാതനമായ ഗ്രീക്ക് സാഹിത്യം പഠിക്കാനായിട്ട് തയ്യാറായി. നഷ്ടപ്പെട്ടു പോയ ശബ്ദം തിരികെ കിട്ടാൻ വേണ്ടിയല്ല, അത് തിരികെ കിട്ടുകയില്ലെന്നുള്ളതും അവർക്കറിയാം. പക്ഷേ മനസ്സിൻ്റെ ഒരു സമാധാനത്തിനും സംതൃപ്തിക്കും വേണ്ടിയാണ് അവർ ഈ പുരാതന ഗ്രീക്ക് സാഹിത്യം പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. അവിടെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രായമുള്ളൊരു പുരുഷനായിരുന്നു. അദ്ദേഹത്തിനുണ്ടൊരു പരിമിതി, തൻ്റെ കണ്ണിൻ്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നൊരു മനുഷ്യനുമായിരുന്നു. ഒരാൾക്ക് ജീവിതത്തിലെ തുടർച്ചയായ പ്രതിസന്ധികൾ മൂലം ശബ്ദം നഷ്ടപ്പെട്ട അധികം പ്രായമില്ലാത്ത ഒരു വനിത. ഇത് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത് വിഷയം കൈകാര്യം ചെയ്യുന്ന ആൾ നല്ല പ്രായമുള്ള, കണ്ണിൻ്റെ കാഴ്ച മങ്ങിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു വ്യക്തി. അപ്പം ഈ ഇതിവൃത്തത്തെ, വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ്
ദ ഗ്രീക്ക് ലെസൺസ് എന്നുള്ള നോവൽ ഹാൻകാങ് എഴുതിയത്. പക്ഷേ ഈ പുസ്തകം അവതരിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. പരസ്പരം മനസ്സിലാക്കി പരസ്പരം സഹായിക്കുന്നിടത്താണ് ജീവിതത്തിന് സമാധാനവും സന്തോഷവും കൈവരിക്കാൻ കഴിയുന്നത്. വനിതയ്ക്ക് കാഴ്ചയുണ്ട്, സംസാരശക്തിയില്ല. ഇത് പഠിപ്പിക്കുന്ന അധ്യാപകന് സംസാരശക്തിയുണ്ട്, കാഴ്ചയില്ല. ലോകത്തിൽ എല്ലാം തികഞ്ഞവരായി ആരും ഉണ്ടാകില്ല എന്നും, എല്ലാവർക്കും നല്ല വശങ്ങളും ഉണ്ടാകും, എല്ലാവർക്കും പരിമിതികളും ഉണ്ടാകും. തുറന്ന മനസ്സോടെ അത് അംഗീകരിച്ച് ആവുന്ന വിധത്തിൽ പരസ്പരം താങ്ങും തണലുമായി നിൽക്കുന്നിടത്താണ് ജീവിതം അനുഗ്രഹകരവും സന്തോഷകരവുമായി മാറുന്നത് എന്നാണ് പാഠം. ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധനായ പൗലോസ് അപ്പസ്തോലൻ്റെ ഗലാത്യ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യമാണ്. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. എന്താ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം? പ്രധാനമായി എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ക്രിസ്തുവിൻ്റെ പ്രധാന ന്യായപ്രമാണം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹമുള്ളിടത്ത് പരസ്പരം ഭാരങ്ങൾ ചുമക്കും. സ്നേഹമില്ലാത്തിടത്ത് ഭാരങ്ങൾ വർദ്ധിക്കും, വർദ്ധിപ്പിക്കും. എനിക്ക് എല്ലാ ദിവസവും നല്ല ചിന്തകൾ സോഷ്യൽ മീഡിയയിൽ കൂടി തരുന്ന ഒരു സ്നേഹിതനുണ്ട്. ഇന്നലെ അദ്ദേഹം പങ്കുവെച്ച ചിന്താവാക്യം ഇംഗ്ലീഷിലായിരുന്നു. ലവ് ആൻഡ് ഈഗോ ആർ ദ ടു ബ്രാഞ്ചസ് ഓഫ് എ സെയിം ട്രീ. സ്നേഹവും ഈഗോ എന്ന് പറഞ്ഞാൽ എന്താ? താൻ പൊരുമ, ഗർവം, ധാർഷ്ട്യം, വേണമെങ്കിൽ ഒരു പരിധി വരെ അഹങ്കാരവും എന്ന് വിളിക്കാം. ഓരോ സാഹചര്യം അനുസരിച്ച ഈഗോ എന്നുള്ളതിന് അർത്ഥമുണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ സ്നേഹവും താൻ പൊരുമയും ഞാനെന്ന ഭാവം ഒരേ വൃക്ഷത്തിൻ്റെ 2 ശാഖകളാണ്. വീണ്ടും പറയുന്നുണ്ട്, ലവ് ഓൾവേസ് സേ സോറി. സ്നേഹം സോറി പറയാൻ, ക്ഷമിക്കണം, തെറ്റിപ്പോയി എന്ന് പറയാൻ എപ്പോഴും റെഡിയാണ്. ലവ് ഈസ് ഓൾവേസ് ready to say sorry, whereas ego is always ready to hear sorry. സ്നേഹം ക്ഷമിക്കണം എന്ന് പറയാൻ എപ്പോഴും റെഡിയായിട്ട് നിൽക്കുക. ഈഗോ അങ്ങനെയല്ല, താൻ പൊരുമ അങ്ങനെയല്ല, ധാർഷ്ട്യം അങ്ങനെയല്ല, ഞാനെന്ന ഭാവം അങ്ങനെയല്ല. അത് മറ്റുള്ളവർ സോറി പറയുന്നത് കേൾക്കാൻ എപ്പോഴും റെഡിയായിട്ട് ഇരിക്കുക. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകാൻ വലിയ പാടായിരിക്കും പ്രിയമുള്ളവരെ. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തെ ധന്യമാക്കുന്ന പരസ്പരം ഭാരങ്ങൾ ചുമക്കുക, വഹിക്കുക,
ഒരു വീട്ടിൽ തന്നെ വേണം. നമുക്ക് മറ്റുള്ള വീടിന് പുറത്തേക്കും ഭാരങ്ങൾ ചുമക്കുന്ന മനസ്സ് ഉണ്ടാകണം. കാരണം അത് സ്നേഹത്തിൻ്റെ അടയാളമാണ്, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിനയാന്വിതരായി സ്നേഹം പങ്കുവെച്ച് മറ്റുള്ളവരെ ചേർത്ത് നിർത്തിയും അവരുടെ ഭാരങ്ങളും വേദനകളും നൊമ്പരങ്ങളും പങ്കുവെച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമാക്കി തീർക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇളയവനായ എന്നെയും വാത്സല്യമുള്ളവരെ നിങ്ങളെയും ശക്തരും യോഗ്യരും പ്രാപ്തരുമാക്കി തീർക്കട്ടെ.